നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ഇന്ന് ഡിഗ്രി അല്ലെങ്കിൽ PG കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ അവർ ഫീൽ ചെയ്യുന്ന വലിയൊരു ഗ്യാപ്പുണ്ട്. കാരണം ഇൻഡസ്ട്രിയും ഇവർ പഠിച്ചതുമായിട്ട് വലിയൊരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇവരൊരു ഡിഗ്രിയിൽ 3 വർഷം പഠിച്ച തിയറികൾ അല്ലെങ്കിൽ PG 2 വർഷം കൂടെ കഴിഞ്ഞ് 5 വർഷം എടുത്ത് പഠിച്ച തിയറികൾ ഒന്നും അല്ല നമ്മൾ ഇൻഡസ്ട്രിയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ കുട്ടികൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇൻ്റർവ്യൂവിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ആ ഇൻ്റർവ്യൂവിൽ ശരിക്കും നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുന്നില്ല. അതിന് കാരണം അവർക്ക് കോൺഫിഡൻസ് ഇല്ല, അവർ ചോദിക്കുന്ന സ്കില്ലുകളില്ല. കാരണം ഒരു ഇൻ്റർവ്യൂവർ ചോദിക്കുവാണ്, നിങ്ങൾക്ക് GST റിട്ടേൺ ഫയൽ ചെയ്യാൻ അറിയാമോ, അല്ലെങ്കിൽ TDS ഫയൽ ചെയ്യാൻ അറിയാമോ, ESI എന്താണ്, PF എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊരു പ്രാക്ടിക്കൽ ഐഡിയ ഇല്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ പറയും ഇത് ഞങ്ങൾക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ പറയും. അവരുടെ തന്നെ കോൺഫിഡൻസ് പോവുകയാണ്. ഇവിടെ നമ്മുടെ ഫിൻപ്രൂവ് ഒരു വലിയ റോള് വഹിക്കുന്നുണ്ട്. കാരണം ഈ കുട്ടികളുടെ ഈ സ്കിൽ ഗ്യാപ്പിനെ നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഒരു ഡിഗ്രി അല്ലെങ്കിൽ PG പഠിച്ച് ഇറങ്ങുന്ന ഒരു കുട്ടീനെ സംബന്ധിച്ച് അവന് ഇൻഡസ്ട്രിയിൽ എന്താണ് വേണ്ടത്, അല്ലെങ്കിൽ അവന് ജോബിന് എന്താണ് വേണ്ടത്, അതിനുള്ളതെല്ലാം നമ്മൾ ഫിൻപ്രൂവ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കൊടുക്കുന്നുണ്ട്. അതായത് അത് ബാങ്കിങ് മേഖലയിലായിക്കോട്ടെ, അക്കൗണ്ടിങ് മേഖലയിലായിക്കോട്ടെ, റീറ്റെയിൽ ബാങ്കിങ് മേഖലയിലായിക്കോട്ടെ, അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിലായിക്കോട്ടെ, ഇതിലെല്ലാം വേണ്ട സ്കില്ലുകൾ കൊടുക്കാൻ ഫിൻപ്രൂവ് തയ്യാറാണ്. അതിന് വേണ്ടിയിട്ട് തന്നെ ഒരു വലിയ ടീം അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്ത് ഒരു നല്ല കോഴ്സ് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കോഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് വേണ്ട എല്ലാ സ്കില്ലുകളെയും നമ്മൾ കറക്റ്റായിട്ട് അവരിലേക്ക് എന്ത് ചെയ്യുന്നു, ചാനൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ കോഴ്സുകൾ പഠിച്ച് കഴിയുന്ന കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് പിന്നെ ഒരു ഇൻഡസ്ട്രിയിൽ ജോബിന് കയറുമ്പോൾ ഒരു ടെൻഷൻ വേണ്ട. കാരണം അവരാ വേണ്ട എല്ലാ ക്വാളിറ്റീസും അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ടൈമും കൊണ്ട് അക്വയർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഫിൻപ്രൂവ് അത് കറക്റ്റ് മൊഡ്യൂളുകളാക്കി തിരിച്ച് അവർക്ക് വേണ്ട രീതിയിൽ അതിനെ ക്യാപ്സ്യൂളുകളാക്കി മാറ്റിയിട്ട് അവർക്ക് വേണ്ട ട്രെയിനിങ്ങുകൾ, അതായത് ദ വെരി ഫസ്റ്റ് ഡേ തന്നെ അവർ ഇപ്പം അക്കൗണ്ടിങ് കോഴ്സുകളാണെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് തന്നെ അവർ ചെയ്ത് പഠിക്കുകയാണ്. അതായത് ശരിക്കും ഒരു റിയൽ അക്കൗണ്ടൻറ്റ് ഒരു കമ്പനിയിൽ എന്താണോ ചെയ്യുന്നത് ആ സെയിം കാര്യം അവർ നമ്മുടെ ലാബിലിരുന്ന് ചെയ്ത് പഠിക്കുക. അതുപോലെ തന്നെ അതായത് ബിസിനസ്സുകളുടെ തന്നെ അക്കൗണ്ടിങ്ങുകൾ അല്ലെങ്കിൽ അതിൻ്റെ റെസിപ്റ്റ്, ജേണൽസ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് വൗച്ചേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് ഇവർ ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ തന്നെ ഇവർ അതുമായിട്ട് ഫെമിലിയർ ആവുക. അപ്പോൾ നാളെ വേറൊരു ഇൻഡസ്ട്രിയിൽ ചെന്നിട്ട് അവർ ജോബിന് കയറുമ്പോഴും ഒരിക്കലും അവർക്ക് എന്തില്ല, ഒരു ബുദ്ധിമുട്ടില്ല. കാരണം അവരിതെല്ലാം റിയൽ ടൈമിൽ എന്ത് ചെയ്തിട്ടുള്ളതാണ്, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്കൊരു മികച്ച റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും. അതുമല്ല, നമ്മുടെ ഈ ഒരു ഫിൻപ്രൂവിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 40+ ഇയേഴ്സ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ചാർട്ടേഡ് അക്കൗണ്ട്സിൻ്റെ ഒരു വലിയ ഒരു നിര തന്നെ നമ്മുടെ ഇതിൻ്റെ ബാക്കപ്പ് ചെയ്യാനുണ്ട്. കാരണം അവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ കോഴ്സുകളെ എന്ത് ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിക്ക് എന്താണ് വേണ്ടത്, നമ്മുടെ കമ്പനികൾക്ക് എന്താണ് വേണ്ടത്, ഒരു കുട്ടിക്ക് എന്താണ് വേണ്ടത്, ഒരു റിയൽ അക്കൗണ്ടൻ്റ് ആകാൻ എന്താണ് വേണ്ടത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും വളരെയധികം റിസർച്ച് നടത്തിയിട്ടാണ് നമ്മൾ നമ്മുടെ കോഴ്സുകൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു കോഴ്സ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമ്മുടെ കുട്ടികളിലേക്ക് അത് എത്തിക്കാനും അതിന് വേണ്ടിയിട്ട് തന്നെ നമുക്ക് കുറേയധികം മെത്തേഡുകളുണ്ട്. കാരണം നമ്മുടെ ആപ്പുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ലാബ് ട്രെയിനിങ് ഉണ്ട്, ലാബിൽ നമുക്ക് ഒരു ഫാക്കൽറ്റി ഉണ്ട്. അതുകൂടാണ്ട് ഓൺലൈനിൽ നമുക്ക് ഹൈബ്രിഡിൽ നമുക്ക് ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്, ഓൺലൈനിൽ നമുക്ക് ഫാക്കൽറ്റി സപ്പോർട്ട് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ അവർക്ക് വീട്ടിൽ ചെന്നിരുന്നിട്ട് വീണ്ടും അതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കണമെങ്കിൽ നമ്മുടെ ആപ്പിൽ അവർക്കത് വീണ്ടും ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ അത് ക്ലാസ്സുകൾ കാണാൻ പറ്റുന്നതാണ്, പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പല മേഖലകളിലൂടെ കടന്ന് നമ്മൾ ഓരോ കുട്ടികളെയും ഏറ്റവും മികച്ച ഒരു അക്കൗണ്ടൻ്റ് ആക്കി മാറ്റുക, അല്ലെങ്കിൽ ഇൻഡസ്ട്രി റെഡി കാൻഡിഡേറ്റ് ആക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മൾ ഫിൻപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.